ഇവിടെ ഇപ്പം ഈവനിങ് 4:30 ആയിട്ടോ ടൈം. അതില്ലേടാ, ഇന്ന് എൻ്റെ കെട്ടിയോണ്ട് ഓഫാണ്. ഞാൻ നല്ല ഒരു ഉറക്കമൊക്കെ എഴുന്നേറ്റതിന് ശേഷം ആൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് ഓടുന്ന ഓട്ടമാണ്. കാരണം വയറ് അപ്പനും അമ്മേനും ഒക്കെ ചീത്ത പറയാൻ തുടങ്ങി കേട്ടോ. എന്തായാലും ആൾ നല്ലൊരു ബിരിയാണിയും റൈത്ത ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൾക്ക് ഈ പപ്പടം വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പപ്പടം ഒന്നും ആൾ ഉണ്ടാക്കിയില്ലെന്നേ. ഞാനാണെങ്കിൽ ഒരു പപ്പട പ്രാന്തേവാ. ഞാൻ നാട്ടിൽ നിന്ന് തവണ വന്നപ്പം കുറേ പപ്പടമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് കുറച്ച് പപ്പടം എടുത്ത് ഞാനും ഉണ്ടാക്കി. ഇതൊരു ഫിഷ് ബിരിയാണിയാണേ. നമുക്കിവിടെ മന്ത്ലി വൺസ് മാത്രമേ ഉള്ളൂ ഫിഷിൻ്റെ ഡെലിവറി ഉള്ളത്. ഫിഷിൻ്റെ ഡെലിവറി ഉള്ള ടൈമിൽ നമുക്ക് അവർ ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഫിഷസ് ചൂസ് ചെയ്യാം. ഈ തവണ നമ്മൾ ഓലക്കുടിയൻ ഫിഷ് മേടിച്ചായിരുന്നു. ആ ഫിഷ് വെച്ചിട്ടാണ് ആൾ ഈ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. ആക്ച്വലി ഈ ബിരിയാണിയുടെ ഉത്ഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പേർഷ്യൻസ് നമ്മുടെ നാട്ടിൽ വന്ന സമയത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡിഷാണെന്നൊരു പറച്ചിലുണ്ട്. മാത്രമല്ല, നൂർജഹാൻ ജഹാംഗീറിനെ കല്യാണം കഴിച്ച് മുഗൾ കോട്ടയിലേക്ക് പോയപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡിഷും ആണെന്ന് ഒരു ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്ന കഥ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നമുക്കിവിടെ നാരങ്ങാച്ചാറൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കണ്ണിമാങ്ങ കൂട്ടി ബിരിയാണി കഴിക്കാമെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ ഒരു കഷ്ണം മീനും കുറച്ച് സാലഡും അല്പം കുറച്ച് അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് ഈ ബിരിയാണി ഒന്ന് കഴിച്ച് നോക്കിയാലോ. ആക്ച്വലി ഈ ബിരിയാണി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ വെറുതെ എൻ്റെ കെട്ടിയോണ്ട് ഉണ്ടാക്കിയോണ്ട് തള്ളുമൊന്നുമല്ല. ശരിക്കും ഈ ബിരിയാണി നല്ല സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ബിരിയാണി ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. വയറൊക്കെ ഫുള്ളായി കേട്ടോ. ഇനിയും 7 മണിക്ക് എനിക്ക് ഷിഫ്റ്റിന് പോകണം. ഷിഫ്റ്റിന് പോകുന്നതിന് മുമ്പായിട്ട് അപ്പം ഹാഫ് ആൻ അവർ റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ബൈ ഡാ, ചിയേഴ്സ്.